ബേസിക് പ്ലംബിങ്ങിനെ പറ്റിയാണ്. കുറച്ച് ഫിറ്റിങ്സ് ആണ് കാണുന്നത്. ഇത് ഷവറാണ്. ഷവറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 2, 10, 2ഒക്കെയാണ്. ഇത് സ്റ്റോപ്പ് കോക്ക് എന്ന് പറയും. അതായത് ഷവറിൻ്റെ ഇടയിൽ അതിൻ്റെ 1.20 ആണ് അതിൻ്റെ ഹൈറ്റ്, FF ലെവൽ, ഫ്ലോർ ഫിനിഷിംഗ് ലെവൽ. അതിൻ്റെ ടാപ്പിൻ്റെ ഹൈറ്റാണ് പറയുന്നത്. ടാപ്പിൻ്റെ ഹൈറ്റ് സാധാരണ FF ലെവലിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ. ഇത് ആംഗിൾ വാൽവ്, ക്ലോസറ്റിൻ്റെ ആംഗിൾ വാൽവ് 28 ഇഞ്ച് സ്ട്രാപ്പ് ക്ലോസറ്റാണ്. ഇത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു 9 ഇഞ്ച് ആ പൈപ്പ്. ഭിത്തിയിൽ നിന്ന് 9 ഇഞ്ചോ 10 ഇഞ്ചോ അല്ലെ 7 മുതൽ 10 വരെ ഇഞ്ച് വരെ ആവാം. ഇത് കുറച്ച് ഫിറ്റിങ്സ് ആണ്. ബെൻഡും. ഇത് 4 ഇഞ്ച് ഡോർ എൽബോ, 4 ഇഞ്ച് ഡോർ എൽബോയാണ് ഡോറ്. ഇത് എയർ കൗള്, പിന്നെ ഒരു എൽബോ. ഇത് ബുഷ് ടൈപ്പ് റെഡ്യൂസർ, ഡോർ ടീ, 45, 1 ഇഞ്ച് ബെൻഡ്, സോക്കറ്റ്, 3/4 ഇഞ്ച് ടീ, എയർ കൗള്, ഇങ്ങനെയൊക്കെയുള്ള ഫിറ്റിങ്സാണ് കാണിച്ചിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ബെൻഡ്, 3/4 ഇഞ്ച് ടീ, 1 ഇഞ്ച് ഡോർ ടീ. ഇത് 4 ഇഞ്ചിൻ്റെ എൽബോ, 4 ഇഞ്ച് എൽബോ പ്ലംബിങ്ങിൽ സാധാരണ ഉപയോഗിക്കുന്നു. 4 ഇഞ്ച് പൈപ്പിൽ യൂസ് ചെയ്യുന്ന എൽബോ, 4 ഇഞ്ച് എൽബോ. അത് ഡോർ എൽബോ 4 ഇഞ്ചിൻ്റെ. ഡോർ എൽബോ. ഇത് എയർ കൗള് 4 ഇഞ്ച്. ബെൻഡ്, 2 ഇഞ്ച് ബെൻഡ്. അത് ഡോർ ടീ ആണ്, 2 ഇഞ്ചിൻ്റെ ഡോർ ടീ. ഡോർ ടീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൂടെയൊക്കെ ഇളക്കി നോക്കിയാൽ കാണാം. 2 ഇഞ്ച് എൽബോ. അത് 1.5 ഇഞ്ച് ടീ. ഒരു ഇഞ്ച് ബെൻഡ്. അതൊക്കെ 1 ഇഞ്ച് ബെൻഡുകളാണ്. 45, 1 ഇഞ്ചിൻ്റെ 45, 1 ഇഞ്ച് ടീ. സോക്കറ്റ്, 1 ഇഞ്ച് സോക്കറ്റ്, 3/4 ഇഞ്ച് 45, 1 ഇഞ്ച് 45. ഇത് ഡോർ ടീ, 4 ഇഞ്ചിൻ്റെ ഡോർ ടീ. ഒരു ഇഞ്ച് ക്ലാമ്പാണ് കാണുന്നത്. അതൊക്കെ 45. ഇത് വൈ ഫിറ്റിങ്സ് ആണ്, 2 ദിശയിലോട്ടൊക്കെ പോകുന്നതിന്. ഇത് 3 ഇഞ്ചിനും 4 ഇഞ്ചിനും ഒക്കെ ഇത്തരം വൈ ഫിറ്റിങ്സ് ഉണ്ട്. അത് ബുഷാണ്, റെഡ്യൂസിങ് ടൈപ്പ് ബുഷ്. എയർ കൗള്, 1.5 ഇഞ്ച് എയർ കൗള്. അത് റെഡ്യൂസറാണ്, 1/4 റെഡ്യൂസർ. അത് ടീ, 1 ഇഞ്ച് ടീ, 1 ഇഞ്ച് എൽബോ. ഇത് ബുഷാണ്, 1.5ക്ക് 1 ഇഞ്ച് ബുഷ്. ഇത് 2 1.5ക്ക് 1 ഇഞ്ച് ബുഷാണ്. അതായത് 1.5 ഇഞ്ചിനെ നേരെ 1 ഇഞ്ചാക്കി മാറ്റും. ഇത് സോൾവെൻ്റ് ചെയ്ത് അതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ടീയുടെ സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതാ നോക്കിക്കൊള്ളുക, വേണ്ട. ഇപ്പോൾ 1.5 ഇഞ്ച് 1 ഇഞ്ചായി മാറി. ഉണ്ടാ, ഇതേപോലെ ഉള്ള ബുഷ് ടൈപ്പ് റെഡ്യൂസറാണ്. അത് 2 ഇഞ്ച് ടീ.
അപ്പോൾ ഇതേപോലെയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും 2 ഇഞ്ച്, ഈ 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 2 ഇഞ്ച്, 1.5 ഇഞ്ച് ഇതുപോലുള്ള ഫിറ്റിങ്സിൻ്റെ പേരുകൾ ഇതൊക്കെ. ഇത് പൈപ്പ് കണ്ടു കഴിഞ്ഞാൽ സാധാരണ 3/4 ഇഞ്ച് തൊട്ട് 4 ഇഞ്ച് വരെ ഉണ്ട്. അപ്പോൾ ഈ പൈപ്പുകൾ ഇപ്പോൾ 1.4 ഇഞ്ചിൻ്റെ പൈപ്പും 1.5 ഇഞ്ചിൻ്റെ പൈപ്പും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ പ്രാക്ടീസ് കൊണ്ട് അത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ട്രാപ്പാണ്, ഗള്ളി ട്രാപ്പ്. ഇത് മാർക്കറ്റിൽ ഇത് 2 ടാപ്പുകളാണ് മിക്സറിൻ്റെ അളവിന് വെച്ചിരിക്കുകയാണ്. ഇത് നേരത്തെ കണ്ട ട്രാപ്പ് തന്നെയാണ്, സ്മെല്ലൊന്നും വരത്തില്ല. ഇത് വാഷ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അളവ് 85 സെൻറ്റിമീറ്ററാണ്. വാഷ് ബേസിൻ്റെ FF ലെവലിൽ നിന്നുള്ള പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആംഗിൾ വാൽവുകളാണ്, ഇത് ബാത്റൂമിനകത്തൊക്കെ ഒരുപാട് ഫ്ലാൻജൊക്കെ ഇട്ടിട്ട് ആംഗിൾ വാൽവുകളൊക്കെ ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് പല മോഡലുകളുണ്ട്. ഇതൊരു ക്ലോസറ്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എസ് ട്രാപ്പ് ക്ലോസറ്റാണ്. കാരണം എസ് ട്രാപ്പ് ക്ലോസറ്റ്, പി ട്രാപ്പ് ക്ലോസറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ കൺസീൽഡ് ക്ലോസറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇത് ആംഗിൾ വാൽവ് ഫ്ലാഞ്ച് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് വാഷ് ബേസിൻ ടാപ്പ്, സിങ്ക് ടാപ്പ്. ഇത് റെഡ്യൂസർ, എൽബോ, ബെൻഡ്. ഇത് ഹെൽത്തിൻ്റെ ആംഗിൾ വാൽവ്, പിന്നെ ടവലൊക്കെ ഇടുന്ന. ഇത് സിങ്കിൻ്റെ വേസ്റ്റ് പൈപ്പ് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. സിങ്കിന് എപ്പോഴും വേസ്റ്റ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 2.5 ഇഞ്ചോ ഇടുക. ഇത് റെഡ്യൂസർ, 4ക്ക് 2ൻ്റെ റെഡ്യൂസർ. വാഷ് ബേസിൻ, അപ്പുറത്ത് കിടക്കുന്ന വേസ്റ്റ് കപ്ലർ. ഇത് വിവിധ തരം ഫിറ്റിങ്സാണ് ഉണ്ടാകും. 4 ഇഞ്ചിൻ്റെയൊക്കെ ഫിറ്റിങ്സും കാര്യങ്ങളുമാണ്. പല മോഡലുകൾ, ഇതുമെല്ലാം അത് തന്നെയാണ്. വാൽവുകൾ, യൂണിയൻ, ത്രെഡ് ടൈപ്പ് എൽബോ, അതായത് MTA FT എന്നൊക്കെ ആ മോഡൽ. 45 പൈപ്പ്, എൽബോ, T, പിന്നെ ഓവർലാപ്പ് ചെയ്ത് പോകുന്നതിനുള്ള ഫിറ്റിങ്സുകൾ. വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ്. 2 പൈപ്പുകൾ പിന്നീട് ക്രോസ് ചെയ്ത് പോകുന്നതിന് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫിറ്റിങ്സാണ് കൺസീൽ ചെയ്ത് വയ്ക്കുന്ന സമയത്ത്. ഇതും വാട്ടർ പൈപ്പ് തന്നെയാണ്. ഇതൊരു GA പൈപ്പാണ്. ഇത് സാധാരണ പ്ലംബിങ്ങിലൊക്കെ ലെവൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. ഇത് കോപ്പർ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങൾ, അതൊരു മോഡൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് വിവിധ തരം ഉണ്ട്. ത്രെഡ് ടൈപ്പ് എൽബോ, ത്രെഡ് ടൈപ്പ് T, PVC. മുക്കാല് കരയുടെ ഒരു എൽബോ, ത്രെഡ് എൽബോ. 3/4 കരയുടെ ത്രെഡ് എൽബോ. ഒരു സൈഡ് അരയും, അവിടെ കണ്ട അര, ആ ഭാഗത്ത് ത്രെഡാണ് ഷവർ പിടിപ്പിക്കാനായിട്ട്. അതിൽ നിന്ന് ഷവർ ടഫ്ലോണൊക്കെ അടിച്ച്, ഷെല്ലാക്കത്തെ ഉപയോഗിക്കണമെന്നില്ല, വെറും ടഫ്ലോണും ഫ്ലാഞ്ചും ഉപയോഗിക്കുക. ഡൂം ഫ്ലാഞ്ചും ഫ്ലാറ്റ് ഫ്ലാഞ്ചും ഉണ്ട്. 3/4 ഇഞ്ചിൻ്റെ പൈപ്പ്, ത്രെഡ് പൈപ്പ്. എന്നിട്ട് അത് നേരെ സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടല്ലോ, കൺസീൽ ചെയ്ത് സാറിന് വയ്ക്കും. ഈ സ്റ്റോപ്പ് കോക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും MTA, മെയിൽ ത്രെഡ് അഡോപ്റ്റർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പൈപ്പിനകത്ത് ത്രെഡ് ചെയ്തിട്ട് പിരിച്ച് വേണമെങ്കിലും കയറ്റാം. പണ്ടൊക്കെ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. അപ്പം ഈ MTA, മെയിൽ ത്രെഡ് അഡോപ്റ്റർ, MTAയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ത്രെഡ് അഡോപ്റ്റർ എന്നാണ്.
FT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ, MTA മെയിൽ ത്രെഡ് അഡാപ്റ്റർ. ഇതൊരു ആരോ ആണ്. ഈ ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കണം, വാട്ടറിൻ്റെ ഫ്ലോയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫങ്ഷൻ ആവത്തില്ല. അത് അതിൻ്റെ ഷോർട്ട് ഫോം MTA FTA. MTA മീൻസ് മെയിൽ ത്രെഡ് അഡാപ്റ്റർ, FT എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ. MTയുടെ പുറത്ത് പിരിയും, ഫീമെയിലിൻ്റെ അകത്ത് പിരിയുകയാണ്. ഷവറിൻ്റെ ഹൈറ്റാണ് 210, ചിലപ്പോൾ 180. 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6 അടി വരും. 190, 2 മീറ്റർ, 190, 180, 210, 215 അങ്ങനെയൊക്കെ FF ലെവൽ, ഫ്ലോർ ഫിനിഷിംഗ് ലെവലിൽ നിന്നുള്ള ഷവറിൻ്റെ ഹൈറ്റ്. ഇനി അത് കഴിഞ്ഞാൽ ടാപ്പ്, ഒരു 3/4 അര ത്രെഡ് ടീ, അതിൽ നിന്നൊരു ടാപ്പ്, സ്റ്റീൽ ടാപ്പ്, ഫ്ലാഞ്ചൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റീൽ ടാപ്പ് ഫിറ്റ് ചെയ്യുക. ടാപ്പിൻ്റെ ഹൈറ്റ് FF ലെവലിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ. 3/4 ഇഞ്ച് ത്രെഡ് പൈപ്പ് തന്നെ ഉപയോഗിക്കുക. മുക്കാലിഞ്ച് പൈപ്പ് കൂടാതെ മൊത്തം ഹോട്ട് പൈപ്പിൻ്റെ പൈപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. CPVC എന്ന് പറയുന്ന പൈപ്പുണ്ട്. പിന്നെ ഉരുക്കി ഒട്ടിക്കുന്ന ടൈപ്പ് PPR പൈപ്പുണ്ട്. ഇവിടെ ഒരു 3/4 ഇഞ്ച് പ്ലെയിൻ ടീന്ന് നേരെ ടാപ്പിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് കോക്ക്, പിന്നെ ഷവർ. ടാപ്പിൻ്റെ ഹൈറ്റ് 80 സെൻറ്റിമീറ്റർ. ഈ ഹൈറ്റൊക്കെ അറിഞ്ഞിരിക്കണം, 80 സെൻറ്റിമീറ്റർ. സ്റ്റോപ്പ് കോക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 110, 115. FF ലെവലിൽ നിന്നാണ്, ഫ്ലോർ ഫിനിഷിംഗ് ലെവലിൽ നിന്ന്. $120 $115 $110. അല്ലെങ്കിൽ ടാപ്പിൻ്റെ അവിടെ നിന്ന് ഒരടി അങ്ങ് പൊക്കി വെച്ചാലും മതി. ടാപ്പിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരടി, ടാപ്പിൻ്റെ അതിൽ നിന്ന് ഒരടി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ്റെ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ചിൻ്റെ പൈപ്പ്. മാക്സിമം വാഷ് ബേസിനൊക്കെ ബെൻഡ് ഉപയോഗിക്കുക, എൽബോ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ബെൻഡ് 45 ഒക്കെ യൂസ് ചെയ്ത് അതിൻ്റെ കണക്ഷൻ അതിനോട് ചേർന്ന് തന്നെ വരണം. കാരണം ഹാഫ് പെഡസ്റ്റൽ, ഫുൾ പെഡസ്റ്റലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെളിയിൽ കാണാത്ത രീതിയിൽ വെക്കാൻ പറ്റും. അത് 3/4 കരയുടെ ഒരു എൽബോ വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ത്രെഡ് ടൈപ്പ് ടീ വരാം. വാഷ് ബേസിനൊക്കെ വല്ല മിഡിലും വരികയാണെങ്കിൽ ത്രെഡ് ടൈപ്പ് ടീ വരും. എൻഡിൽ വരികയാണെങ്കിലാണ് 3/4 കര എൽബോ ഒക്കെ വരുന്നത്. മിഡിലൊക്കെ ആണെങ്കിൽ വരുന്നതെങ്കിൽ അങ്ങോട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ ത്രെഡ് ടീ വരും. ഇത് നേരെ കൊണ്ടുവന്ന് ട്രാപ്പിനകത്ത് വിടും. ഇതേപോലെ ട്രാപ്പ് 1.5 ഇഞ്ച്, 2 ഇഞ്ച്, വീണ്ടും 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 1.5 ഇഞ്ച്, അങ്ങനെ 3 1.5 ഇഞ്ച് കണക്ഷനും 2 ഇഞ്ചിൻ്റെ ഒരു കണക്ഷൻ. അത് ഇങ്ങനെ ട്രാപ്പ് പ്ലേസ് ചെയ്യും. എപ്പോഴും ട്രാപ്പ് പ്ലേസ് ചെയ്യുന്ന ഷവറിന് നീ അടുത്തൊക്കെ ആയിട്ട് യുക്തിപൂർവ്വം അത് ട്രാപ്പ് പ്ലേസ് ചെയ്യേണ്ടിയിരിക്കും. കഴിയുന്നത്ര ഈ ക്ലോസറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ ട്രാപ്പ് പ്ലേസ് ചെയ്യുന്നത് മാറ്റുക. എന്നിട്ട് ഈ ട്രാപ്പിൻ്റെ മുകളിലായിട്ട് 4 ഇഞ്ച് പൈപ്പ് വയ്ക്കും. സോൾവെൻ്റ് ചെയ്ത് വയ്ക്കുക, സിമൻറ്റ് ഒക്കെ ചെയ്ത്. ട്രാപ്പിൻ്റെ അടിയിലൊക്കെ കോൺക്രീറ്റ് നല്ലോണം ഇട്ട് സൈഡിലൊക്കെ സിമൻറ്റ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഈ 2 ഇഞ്ച് പൈപ്പ് നേരെ പുറത്തോട്ട് പോകും. 2 ഇഞ്ച് പൈപ്പും 4 ഇഞ്ച് പൈപ്പും എല്ലാം ഒരുമിച്ചാണ് പുറത്തോട്ട് പോകുന്നത്. ഇതിനകത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ലൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് അതിന് ട്രാപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും വെള്ളം സീലായി കിടക്കും.
എസ് ട്രാപ്പ്, സാധാരണ എസ് ട്രാപ്പ് ക്ലോസറ്റ്, പി ട്രാപ്പ് ക്ലോസറ്റ്, അങ്ങനെ 2 തരം ഇതാണല്ലോ ഉള്ളത്. എസ് ട്രാപ്പ് അത് ഭിത്തിയാണ് ഇപ്പോൾ വരച്ചത്. ഭിത്തിന്ന് ഒരു 9 ഇഞ്ച്, 7 മുതൽ 10 ഇഞ്ച് വരെ, അല്ലെങ്കിൽ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു 10 ഇഞ്ച്, ഫ്രണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു 11 ഇഞ്ച്. അത് അളന്ന് കൃത്യമായിട്ട് ക്ലോസറ്റിൻ്റെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വയ്ക്കേണ്ടതാണ്. ഒരു ഉദ്ദേശം പറയാനേ പറ്റുള്ളൂ, എല്ലാം അത് കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ നേരത്തെ പൈപ്പ് എത്ര ഇഞ്ച് വെക്കണം, പൂശ് കനം എത്ര, ടൈൽ കനം എത്ര, ഇതൊക്കെ വരുമെന്ന് തീരുമാനിച്ചിട്ട് വേണം 9 ഇഞ്ചും 10 ഇഞ്ചും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട്. അത് ഫ്ലഷ് ടാങ്ക്. ഫ്ലഷ് ടാങ്കിൻ്റെത് 20 ഇഞ്ചാണ് മൊത്തം വിസ്തീർണം. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ച്, 10 നിന്ന് ഒരു 15 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി താഴെ നിന്നൊരു 28 ഇഞ്ച്. 28 ഇഞ്ചെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70 സെൻറ്റിമീറ്റർ. അതെവിടെ മീറ്റ് ചെയ്യുന്നോ അവിടെ ആംഗിൾ വാല്യൂ വെച്ചിട്ട് അതിൻ്റെ കണക്ഷൻ കൊടുക്കുക. വേണ്ട, കണക്ഷൻ ട്യൂബ്. അപ്പോൾ സൈഡിൽ നിന്ന് ആ ഫ്ലഷ് ടാങ്കിൻ്റെ ഒത്ത സെൻറ്ററിൽ നിന്ന് 15, താഴെ നിന്ന് 28 ഇഞ്ച് ആംഗിൾ വാൽവ് കണക്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൂരെയൊക്കെ എവിടെയെങ്കിലും ഇഷ്ടമുള്ളത്. പിന്നെ ഇത് ഹെൽത്ത്, വലതുവശത്തായിട്ട് എപ്പോഴും വലതുവശത്ത് ഹെൽത്ത് വരത്തക്കവണ്ണം കണക്ട് ചെയ്യുക. ഹെൽത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എന്നാലും ഒരു 20 FF ലെവലിൽ നിന്ന് ഒരു 25, അല്ലെങ്കിൽ അത് താഴോട്ടോ മുകളിലോട്ടോ ഒക്കെ നമുക്ക് വെട്ടിവയ്ക്കാം. അത് നമ്മുടെ യുക്തി അനുസരിച്ച് മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ വെട്ടിവയ്ക്കാം. മിക്സറിൻ്റെ അളവ് 6 ഇഞ്ച് അല്ലെങ്കിൽ 6.25 അല്ലെങ്കിൽ ഒരു 16 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ. ഒരു ഉദ്ദേശമാണ് ഈ പറയുന്നത്. അതൊക്കെ കറക്റ്റ് മിക്സർ തന്നെ വയ്ക്കുന്ന മിക്സർ നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അതിൻ്റെ അളവ് നല്ല സ്റ്റീൽ റൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേപ്പൊക്കെ വെച്ച് മെഷർ ചെയ്തിട്ട് കൃത്യമായിട്ട് വയ്ക്കുക, മിക്സറൊക്കെ കൃത്യമായിട്ട്. അപ്പോൾ വലത് സൈഡ് കോൾഡ് വാട്ടർ, ഇടത് സൈഡ് ഹോട്ട് വാട്ടർ. വാട്ടർ ഹീറ്ററിലേക്ക് ഒരു കോൾഡ് ലൈൻ പോയി അതിൽ നിന്ന് തണുത്ത വെള്ളം കയറിപ്പോയി ചൂടുവെള്ളം. ഇപ്പോൾ ഹോട്ടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമപ്പ് അടയാളമായിരിക്കും, കോൾഡ് ആണെങ്കിൽ അത് നീല അടയാളമായിരിക്കും. പല ടൈപ്പ് മിക്സർ, പല മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. CPVC ഹോട്ട് പൈപ്പ് എന്ന് പറഞ്ഞാൽ CPVC പൈപ്പാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഹോട്ടിന്. കോൾഡിന് 3/4 ഇഞ്ച് ത്രെഡ് പൈപ്പ് ഉപയോഗിക്കാം.